ഹായ് ഓൾ. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഇഗ്നോ സ്റ്റഡി സെന്ററായ ദേവസ്വം ബോർഡ് പമ്പ കോളേജിലേക്കാണ് ഇന്നത്തെ ഇഗ്നോ യാത്ര. ട്രിവാൻഡ്രം റീജിയണൽ സെന്ററിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി സെന്ററാണ് തിരുവല്ലയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡ് പമ്പ കോളേജ്. മാവേലിക്കരയിൽ നിന്ന് തിരുവല്ല പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് കോളേജിന് അടുത്തുള്ള പരുമല ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ്. തിരുവല്ല എത്തുന്നതാണ് അടുത്തെങ്കിൽ തിരുവല്ല എത്തിയ ശേഷം മാവേലിക്കര പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും കോളേജിന് മുന്നിലായിട്ട് ഇറങ്ങാം. പരുമല ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 400 മീറ്റർ ആണ് കോളേജിലേക്ക് നടക്കാനുള്ളത്. ഈ കാണുന്നതാണ് ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ കവാടം. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് കോളേജിന്റെ വ്യത്യസ്ത ബ്ലോക്കുകൾ കാണാൻ സാധിക്കുക. കയറി ഉടനെ തന്നെ വലതു ഭാഗത്തായിട്ട് നല്ലൊരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വിദ്യാർത്ഥികൾ അങ്ങനെ ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. വണ്ടിയുമായിട്ട് വരുന്നവർ ഈ ഒരു ആൽമരത്തിനടുത്ത് പാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചില ഡിപ്പാർട്ട്മെന്റുകളുടെ മുന്നിലൊന്നും തന്നെ പൊതുവെ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കാറില്ല. കൃത്യമായിട്ടുള്ളൊരു മാപ്പ് കോളേജ് ഈ ആൽമരത്തിനടുത്തായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പോകേണ്ടത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. കാരണം ഇഗ്നോ ഓഫീസ് ഉള്ളത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. പരീക്ഷയും ഭൂരിഭാഗവും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണ് നടത്താറ്. കോളേജിലേക്ക് കയറുന്ന ഇടത്ത് തന്നെ ആലിനടുത്തായി പാർക്കിങ്ങിന് ആവശ്യത്തിലേറെ സ്പേസ് ഉണ്ട്. ഇതാണ് കോളേജിന്റെ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. കോളേജിലെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു ബിൽഡിങ്ങിലെ ഓഫീസിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ ഇഗ്നോ പരീക്ഷ എഴുതാൻ വരുന്നവർക്കും അതുപോലെ തന്നെ ഇഗ്നോവിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി വരുന്നവർക്കും ഈ ബിൽഡിങ്ങിന്റെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റ് കാണാൻ സാധിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സും ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലേക്ക് കയറുമ്പോൾ തന്നെ ഇഗ്നോ ഓഫീസ് വലത്തോട്ടാണെന്നുള്ള സൈൻ ബോർഡ്സ് നമുക്ക് കാണാം. ബിൽഡിങ്ങിലേക്ക് നേരെ കയറി വലത്തെ എൻഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇഗ്നോ ഓഫീസ് കാണാൻ സാധിക്കും. അതുപോലെ ഇഗ്നോ പരീക്ഷ എഴുതുന്നവർക്കുള്ള വ്യത്യസ്ത എക്സാം ഹോളുകളും ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ഇഗ്നോ ഓഫീസ്. ഒരു സ്റ്റഡി സെന്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് DP പമ്പ കോളേജിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ, വ്യത്യസ്ത കോഴ്സുകളെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ, അസൈൻമെന്റിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഓഫീസിൽ വന്നാണ് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടത്. അവിടെയുള്ളതെല്ലാം വളരെ നല്ല സ്റ്റാഫാണ്. ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് മറുപടി തരുന്നുണ്ടായിരുന്നു. എക്സാമിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഓഫീസിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ക്യാമ്പസിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നെന്ന് വെച്ചാൽ മുൻപത്തെ ഇന്ത്യൻ പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാം വന്ന സമയത്ത് നട്ടിട്ടുള്ളൊരു ആൽമരമുണ്ട്. 2005 അദ്ദേഹം വന്ന സമയത്ത് നട്ടൊരു ആൽമരമാണ്. ആ ആൽമരം ഒരു തറയൊക്കെ കെട്ടി അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അതുപോലെ എക്കണോമിക്സ് ബ്ലോക്കിന്റെ കോറിഡോറിലൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേഡീസ് വാഷ്റൂം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇഗ്നോ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരുപാട് ചിത്രങ്ങൾ അതുപോലെ തന്നെ എഴുത്തുകളും എല്ലാം തന്നെ നമുക്ക് കോളേജിന്റെ ചുമരിൽ കാണാൻ സാധിക്കും. ചില ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനടുത്തായിട്ടാണ് കുടിവെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ കോളേജിനകത്ത് തന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട് മാത്രമല്ല, ഫുട്ബോൾ കളിക്കുന്നതിനായിട്ടുമുള്ള ഗ്രൗണ്ടും സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോളേജിന്റെ ലൈബ്രറിയാണ്. ഇവിടെ നോട്ടീസ് ബോർഡ് ഉണ്ട്. അഥവാ ലൈബ്രറിയിൽ നിന്ന് എക്സാംസ് നടക്കുന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് ബോർഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാവുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്തെ പ്രതിപാദിക്കുന്ന ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ഇവിടെ ഉണ്ട്. ആ പെയിന്റിംഗ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ അതാണ് നമ്മുടെ കൺസ്യൂമർ സ്റ്റോർ. നമുക്ക് ആവശ്യമായിട്ടുള്ള പെന്നും പെൻസിലും ബുക്കും എല്ലാം തന്നെ വാങ്ങുന്നതിനായുള്ള സ്റ്റോറിലാണ് ആ മനോഹരമായുള്ള പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കോളേജിനകത്ത് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്.
ചായ, കടി, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം തന്നെ ലഭിക്കുന്ന കഫറ്റീരിയ ആണ്. ഫുഡ് ഞങ്ങൾ കഴിച്ചു നോക്കിയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഫുഡിന്റെ പ്രൈസും റീസണബിൾ ആണ്. കോളേജിനകത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ക്യാൻറ്റീന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കോളേജിന്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ മറ്റൊരു സ്റ്റോറൂം ഉണ്ട്. ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുക എന്നുള്ളതും പോസിബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ പുറത്തെ സ്റ്റോറിൽ നിന്നത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഈ കോളേജിന് പുറമെ ഇവിടെ 2 ലാൻഡ്മാർക്കുകൾ കൂടി ഉണ്ട്. ഒന്ന് പരുമല പള്ളിയാണ്, വളരെ ഫേമസ് ആയുള്ള ഒരു പള്ളിയാണ്. അതുപോലെ മാന്നാർ പുത്തൻ പള്ളിയും കോളേജിനടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പരുമല പള്ളിയുടെയും അതുപോലെ മാന്നാർ പുത്തൻ പള്ളിയുടെയും ഇടയിലായിട്ടാണ് ദേവസ്വം ബോർഡ് പമ്പ കോളേജ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഈ ലാൻഡ്മാർക്കുകളൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അഥവാ കോളേജിലെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് പുറത്തായിട്ട് മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കാണാൻ സാധിക്കും. അവിടുന്ന് ഭക്ഷണം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ദേവസ്വം ബോർഡ് പമ്പ കോളേജ് പത്തനംതിട്ടയുടെ ഇഗ്നോ സ്റ്റഡീസിന്റെ വിശേഷങ്ങൾ. ഇഗ്നോ യാത്രയിൽ മറ്റൊരു കോളേജും അവിടുത്തെ സ്റ്റഡീസിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.